Okay, അടുത്ത question. Derive an expression for the fundamental frequency of transverse vibration of a stretched string. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ജസ്റ്റ് സ്കീം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിൻ്റെ അകത്ത് ഫിഗർ എക്സ്പ്ലനേഷനും കൂടെ 2 മാർക്കാണ്. ഫിഗർ എക്സ്പ്ലനേഷൻ 2 മാർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും അതായത് കൺസിഡർ സ്ട്രെച്ച്ഡ് സ്ട്രിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ ആ ഫിഗർ, ഈ ഗ്രാഫിൻ്റെ ഫിഗർ നിങ്ങൾ വരയ്ക്കണം. പിന്നെ അതിന് കൂടി 2 മാർക്ക്. പിന്നെ ഏറ്റവും അവിടെ നിന്ന് റിസൾട്ടൻറ്റ് ഫോഴ്സ് കണ്ടുപിടിച്ചിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്, ടി കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2 എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനവും എഫ് വൈ ഓഫ് എക്സോ വാട്ടവർ. പിന്നെ അതുപോലെ തന്നെ ടി സൈൻ തീറ്റ 1 മൈനസ് ആ സാധനം, ആ 2 ഇക്വേഷൻ, അതിന് മാർക്ക് ഉണ്ട്. അതുപോലെ വെലോസിറ്റി, ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ള സാധനം, ഇതെങ്ങനെ എഴുതണ്ടേന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ള സാധനം. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ആക്ച്വലി പ്രോബ്ലം, കൈൻഡ് ഓഫ് എ പ്രോബ്ലം വേർ y is equal to 3.5 into 10 raised to minus 3 sin 2 pi into 0.2x minus 0.5t. ഇതും ഞാൻ നേരത്തെ ചെയ്യിപ്പിച്ചതാണ്. y is equal to a sin k എക്സ് മൈനസ് ഒമേഗ ടി ആയിട്ട് കമ്പയർ ചെയ്യുക. എയുടെ സ്ഥാനത്ത് വന്നേക്കുന്നത് എന്താണോ, കെയുടെ സ്ഥാനത്ത് വന്നേക്കുന്നത് എന്താണോ, ഒമേഗയുടെ സ്ഥാനത്ത് വന്നേക്കുന്നത് എന്താണോ എഴുതുക. കെ എന്ന് പറയുന്നത് 2π/λ, ഒമേഗ എന്ന് പറയുന്നത് 2π ന്യൂ ആണ്. ഈ ഇക്വേഷൻ വെച്ചിട്ട് ലാംഡ കണ്ടുപിടിക്കുക, ന്യൂ കണ്ടുപിടിക്കുക. പിന്നെ വെലോസിറ്റി ഉണ്ട്, v = ന്യൂ ലാംഡ. അങ്ങനെ എല്ലാ സാധനം ആംപ്ലിറ്റ്യൂഡായി, വേവ് ലെങ്ത്, ഫ്രീക്വൻസി, പിന്നെ വെലോസിറ്റി, ഇത്രയും സാധനം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്, ഞാൻ ഓൾറെഡി ചെയ്യിപ്പിച്ചുകൊണ്ടാണ് ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇസ് ആക്ച്വലി വാട്ട് വാസ് ദാറ്റ്? Explain the formation of Newton's ring and show that the radius of the dark ring is proportional to the square root of natural numbers. How can we use Newton's ring to determine the diffractive index of a liquid? Even though Newton's ring experiment ആണെങ്കിലും it is not necessary that വേവ് ലെങ്ത് തന്നെ ചോദിക്കണം എന്നൊരു നിർബന്ധവുമില്ല, അല്ലെങ്കിൽ ഡയമീറ്റർ തന്നെ ചോദിക്കണം എന്നൊരു നിർബന്ധവുമില്ല. പല രീതിയിലുള്ള സാധനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കാം. ഓക്കെ, അപ്പം എങ്ങനെയാണോ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് അതിനനുസരിച്ച് വേണം യു ഹാവ് ടു ആൻസർ. ക്ലിയർ? സോ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് സെക്ഷൻ, എക്സ്പ്ലെയിൻ ദ ഫോർമേഷൻ ഓഫ് ന്യൂട്ടൺസ് റിംഗ്. ന്യൂട്ടൺസ് റിംഗ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ. അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? നമ്മുടെ മറ്റേ ഫിഗർ ഉണ്ടല്ലോ, സോഴ്സിൻ്റെ അകത്തുനിന്ന് ലൈറ്റ് വരുന്ന സാധനം നമ്മൾ ഒരു കോൺകേവ് ലെൻസ് വഴി പാസ് ചെയ്യിപ്പിച്ചിട്ട് പാരലാക്കുന്നു. ആ ഫിഗർ അതേപടി വരയ്ക്കുക. പാരലാക്കിയിട്ട് ഒരു ഇൻക്ലൈൻഡ് മിറർ, ആ ഇൻക്ലൈൻഡ് മിറർ ഈസ് ആക്ച്വലി ഒരു ഗ്ലാസ് പ്ലേറ്റ്, ഒരു 45 ഡിഗ്രി ആണ്. ആ 45 ഡിഗ്രിയിലുള്ള സാധനം വരയ്ക്കുക. നേരെ താഴത്തേക്ക് പോണു. താഴത്തേക്ക് അവിടെ വന്നിരിക്കുന്ന പ്ലെനോ കോൺവെക്സ് ലെൻസാണ്. പിന്നെ താഴെ ഒരു ഗ്ലാസ് പ്ലേറ്റ്, പിന്നെ നേരെ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു ഇവിടെ ടെലസ്കോപ്പ്. അപ്പോൾ ഈ ക്ലിയർ ആയിട്ടുള്ള ആരോസ് ഉൾപ്പെടെ ഉള്ള സാധനങ്ങൾ കാണിക്കണം. ഇത് നല്ല ബോർ ഫിഗറാണ് എനിക്കറിയാം, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് നല്ല വൃത്തിക്കുള്ള ഫിഗർ നന്നായിട്ട് വരച്ചിട്ടുണ്ട്. ഈ ഫിഗർ വരയ്ക്കണം. അത് കഴിഞ്ഞിട്ട് സാധനം എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങാം. എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങാമെന്ന് പറയുമ്പോഴത്തേക്കും ഈ ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്യണം. വിച്ച് മീൻസ് ഇവിടുത്തെ സോഴ്സ് എങ്ങനത്തെ സോഴ്സാണ്? മോണോക്രോമാറ്റിക് അല്ലേ? സോ you have to explain. Light from a monochromatic source is projected out of the convex lens. Convex alla, concave lens. Parallel rays are made to fall on a glass plate which is inclined at 45 degree, and it will be reflected to the plano convex lens, and then it will pass through the glass plate. It will be again reflected back. The reflected rays അതായത് ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന റേയും ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്ന റേയും കൂടി, these reflected rays and the incident rays will combine together and interfere, causing interference. And due to the shape of the plano-convex lens, Newton's ring are formed. And there will be a phase change of pi or 180 degree. And
Hence, it will have a wavelength difference of lambda by 2, which is why the central ring of the Newton's ring is dark. ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രമേ ഫസ്റ്റ് സെക്ഷൻ ഫോർമേഷൻ ഓഫ് ന്യൂട്ടൺസ് റിങ് എങ്ങനെയാണെന്നുള്ളത് വരുള്ളൂ. ഇനി അത് കഴിഞ്ഞിട്ട് വേണം, അതായത് ആ ഫിഗർ, ഈ ഫിഗർ വിത്ത് അതിൻ്റെ എക്സ്പ്ലനേഷൻ വേണം. ക്വസ്റ്റ്യൻ അനുസരിച്ച് ആൻസർ ചെയ്യണം. ക്ലിയർ? ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സാധനം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി സോ ദ നെക്സ്റ്റ് തിങ് വിൽ ബി എന്താ ക്വസ്റ്റ്യൻ? ഷോ ദാറ്റ് ദ റേഡിയസ് ഓഫ് ദ ഡാർക്ക് റിംഗ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ റൂട്ട് ഓഫ് നാച്ചുറൽ നമ്പർ. അതായത് റേഡിയസ് ഓഫ് ദ ഡാർക്ക് റിംഗ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഡാർക്ക് റിംഗ് ആണെന്ന് കാണിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി റേഡിയസ് ഓഫ് ദ ഡാർക്ക് റിംഗ് കണ്ടുപിടിച്ചാൽ മതി. ഡാർക്ക് റിംഗ് റേഡിയസ് കണ്ടുപിടിക്കണം ഉള്ളൊരു ഇക്വേഷൻ നമ്മൾ മറ്റേ ആ ഫിഗർ, അതിങ്ങനത്തെ ഒരു വട്ടം ഫിഗറൊക്കെ വരച്ചിട്ട് നമ്മൾ ഒരു ഡെറിവേഷൻ നമ്മൾ ചെയ്തായിരുന്നു. ആ ഫിഗർ വെച്ചിട്ടുള്ള ഡെറിവേഷൻ നമ്മൾ ചെയ്തിട്ട് ഏറ്റവും അവസാനം ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ദാറ്റ് ആർ എൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ എൻ ലാംഡ എന്നുള്ള ഇക്വേഷനിൽ കിട്ടും. വിച്ച് മീൻസ് ആർ എൻ ഇസ് ഈക്വൽ ടു, ഇത്രയും ഡിറൈവ് ചെയ്ത് വരണം കേട്ടോ, അതിനൊക്കെ സ്റ്റെപ്പിൽ മാർക്കുണ്ട്. ഇറ്റ് ഇസ് ഈക്വൽ ടു ആർ എൻ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ എൻ ലാംഡ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഹെൻസ് സ്മോൾ ആർ എൻ, സ്മോൾ ആർ എൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് എൻ. എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ നമ്പറാണ്. അപ്പം ഇവിടം വരെ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് പോർഷനുള്ള ആൻസറായി ആയല്ലോ. ഇനി അത് കഴിഞ്ഞിട്ട് then how can we use Newton's ring experiment to determine the refractive index of a liquid എന്നുള്ളത്. അത് നിങ്ങളുടെ നമ്മൾ വേവ് ലെങ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് നോട്ടിൻ്റെ അകത്തുണ്ട് ഡിറ്റർമിനേഷൻ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ ലിക്വിഡ് എന്നുള്ളത്. അപ്പം ഈ ആർ എൻ സ്ക്വയർ ഈ ഇക്വേഷൻ വരെ കഴിഞ്ഞിട്ട് ബാക്കി ഡി എൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇക്വേഷനിലേക്ക് വരിക. അത് കഴിഞ്ഞിട്ട് ആ ഡിറ്റർമിനേഷൻ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ലിക്വിഡ് എന്നുള്ള ആ സാധനത്തിലേക്ക്, എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ടിൽ എങ്ങനെയാണോ തന്നേക്കുന്നത് അതേപടി തന്നെ സാധനം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാകും. അപ്പം യു ഹാവ് ടു ബി ക്ലിയർ. ഇത്രയും സാധനം, അതായത് ഹോൾ ഡെറിവേഷൻ എഴുതിയാൽ മാത്രമേ ആ 10 മാർക്ക് വീഴുള്ളൂ. ആൻഡ് ഐ വിൽ ഷോ യു ഹൗ ഇറ്റ് ഇസ് ആക്ച്വലി ഡിസ്ട്രിബ്യൂട്ടഡ്. സോ ഇറ്റ് ഇസ് ലൈക്ക് ദിസ്. യെസ്, ഫിഗറിന് 1 മാർക്ക്, എക്സ്പ്ലനേഷൻ ഓഫ് ദ ഫിഗറിനും എക്സ്പ്ലനേഷനും കൂടി ഇത് ന്യൂട്ടൺസ് റിങ്ങിൻ്റെയാണ്. ഫിഗർ ആൻഡ് എക്സ്പ്ലനേഷൻ 2 മാർക്ക്. ഡെറിവേഷൻ എന്ന് പറയുന്ന ഓക്കെ, ഫിഗർ ആൻഡ് എക്സ്പ്ലനേഷൻ 3 മാർക്ക്. സ്കീം മാറിപ്പോയി. ഫിഗർ ആൻഡ് എക്സ്പ്ലനേഷൻ 3 മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ആ ഫിഗർ ഉണ്ടല്ലോ, ആ ഫിഗറിന് എക്സ്പ്ലനേഷന് 3 മാർക്ക്. പിന്നെ റേഡിയസ് ഡിറൈവ് ചെയ്ത് വരുന്നതിന് 3 മാർക്ക്, വേവ് ലെങ്ത്തിൻ്റെ എക്സ്പ്രഷന് 2 മാർക്ക്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ എക്സ്പ്രഷന് 3 മാർക്ക്. ഇങ്ങനെയാണ് ആ സാധനം പോയേക്കുന്നത്. അപ്പം ഇവിടെ നിങ്ങൾക്ക് അത് 11 മാർക്കാട്ടോ എസ് എക്ക് പോയേക്കുന്നത്. അപ്പം ഇവിടെ നിങ്ങൾക്ക് പറ്റാൻ പോകുന്നത് എല്ലാം കൂടെ ഒറ്റയടിക്ക് എഴുതുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫിഗർ ആൻഡ് എക്സ്പ്ലനേഷൻ ഇത്തിരി ഷോർട്ടാക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് ചടപടയുന്നു അധികം സ്റ്റെപ്പൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് അങ്ങ് ഡിറൈവ് ചെയ്ത് വെച്ചേക്കുക. കൂടുതലായിട്ട് നിങ്ങൾ മറ്റേ ആ ഓരോരോ റെക്റ്റാങ്കിളൊക്കെ സെപ്പറേറ്റ് എടുത്ത് റിസോൾവ് ചെയ്യുന്നൊക്കെ ഇല്ല, അത്രയൊന്നും സ്റ്റെപ്പൊന്നും എഴുതാണ്ട് ജസ്റ്റ് ആ ടെക്സ്റ്റും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുള്ള ഞാൻ നോട്ടിൽ തന്നേക്കുന്ന അത്ര സ്റ്റെപ്പ് ഉണ്ടല്ലോ അത് മതി. അത്രയും സാധനം എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എഴുതി പോകാൻ പറ്റും. ഇനി ഇക്വേഷൻ ഓഫ് ദ അടുത്തത് പ്രോബ്ലമാണ്. വെയിറ്റ്. Okay, so in the Newton's ring, we will be dealing with the problem. Now, in the case of the Newton's ring experiment, the radius of the 10th dark ring എന്ന് പറയുന്ന സാധനം is 0.75 centimeter, where air film is replaced by a liquid drop. Radius reduces to 0.65 centimeter. Find the refractive index of the liquid. The direct equation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ലിക്വിഡിൻ്റെ ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. mu is equal to dn square air by dn square liquid എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്.
ആ രണ്ടും കൂടെ എടുത്ത് റേഷ്യോ എടുക്കുക, സാധനം കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പോയിൻ്റ് എത്രയാണ് 65 അല്ലേ. വാട്ട് വാസ് ദാറ്റ് ഈസ് 0.75 ദ ഹോൾ സ്ക്വയർ മ്യൂസിക്കൽ ടു 0.75 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 0.65 ദ ഹോൾ സ്ക്വയർ. അങ്ങനെയാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുള്ള സാധനം രണ്ടിൻ്റെയും കൂടെ റേഡിയസ്, ഡയമീറ്ററിൻ്റെ റേഡിയസ്, ഇതുപോലത്തെ പ്രോബ്ലം ഞാൻ ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് കണ്ടുപിടിക്കുക, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടാവുന്ന സാധനം ഈസി പ്രോബ്ലംസും ആയിരിക്കും. അതുപോലെ ഈ മൊഡ്യൂളിൻ്റെ അകത്തുനിന്ന് ന്യൂട്ടൺ സ്ട്രിങ് മാത്രമല്ല, എയർ വെഡ്ജ് ചോദിക്കാം, ഇൻ്റർഫറൻസിൻ്റെ തിൻ ഫിലിം ചോദിക്കാം. അപ്പം ഓൾമോസ്റ്റ് ഓൾ എസ്സേസ് ആർ ആക്ച്വലി പ്രിറ്റി ബിഗ്. Okay, so be careful with that. Okay, now next question is derive the grating equation with the proper diagram. What is the effect of increasing the number of lines on the dispersive power of grating? Grating equation with the proper diagram അറിയാമല്ലോ. നമ്മളുടെ ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നല്ല വൃത്തിക്ക് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എൻ എൻ ലാംഡ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഗ്രേറ്റിംഗ് ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അത് ഡിറൈവ് ചെയ്തെടുക്കുക. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എൻ എൻ ലാംഡ എന്നുള്ളത് ഒത്തിരി തവണ നമ്മൾ എസ്സേയിലൊക്കെ എഴുതിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, അത്യാവശ്യം എളുപ്പമുള്ള കാര്യമാണ്. ഇനി അതിൻ്റെ ഫിഗറും അതിൻ്റെ എക്സ്പ്ലനേഷനും. ഫിഗർ ഏതായിരുന്നു? ഒരു കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് നിങ്ങൾ ഡെറിവേഷൻ്റെ അകത്തുള്ള ഫിഗർ കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് നമ്മൾ ആ ഒരു ഫിഗർ ഉണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്യണം. അതായത് ഇൻസിഡൻറ്റ് ലൈറ്റ്, കോൺവെക്സ് ലെൻസസ് മെയ്ഡ് പാരലൽ എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ ഡിഫ്രാക്ഷൻ പാറ്റേൺ വിൽ ബി, ഇത് ഗ്രേറ്റിംഗ് എലമെൻ്റ് ആണിത്, അതുപോലെ തന്നെ A+B എന്ന് പറഞ്ഞതിനെ ഗ്രേറ്റിംഗ് എലമെൻ്റ് എന്ന് പറയുന്നു. ഈ സാധനങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യണം. നോട്ടിൽ എങ്ങനെയാണോ വന്നേക്കുന്നത് അതേപടി തന്നെ, അത് തന്നെ പഠിച്ചിട്ട് അതേപടി തന്നെ എഴുതിയാൽ മതി. വേറെ ഒന്നും എക്സ്ട്രാ ആഡ് ചെയ്യാനും ഇല്ല, കുറയ്ക്കാനും ഇല്ല, കൂട്ടാനും ഇല്ല. ഓക്കെ, നൗ ഡെറിവേഷൻ ഓഫ് ദ ഗ്രേറ്റിംഗ് ഇക്വേഷൻ 4 മാർക്ക്, ഡിസ്പേഴ്സീവ് പവർ ആൻഡ് ഇറ്റ്സ് ഇക്വേഷൻ 2 മാർക്ക്, എക്സ്പ്ലനേഷൻ 1 മാർക്ക്. ഇനി ഗ്രേറ്റിംഗ് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. വാട്ട് ഈസ് ദി എഫക്റ്റ് ഓഫ് ഇൻക്രീസിങ് ദി നമ്പർ ഓഫ് ലൈൻസ് on the dispersive power of grating? Dispersive power of grating. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഗ്രേറ്റിംഗ് ഇക്വേഷൻ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എൻ എൻ ലാംഡ വെച്ചിട്ട് കഴിഞ്ഞിട്ട് ഡിസ്പേഴ്സീവ് പവർ ഓഫ് ഗ്രേറ്റിങ്ങും കൂടി നമ്മൾ ഡിറൈവ് അല്ല, നമ്മൾ ആക്ച്വലി ആ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ അകത്ത് എങ്ങനെയാണ് സംഭവങ്ങൾ വരുന്നതെന്നും കൂടി പറയണം. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്പേഴ്സീവ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ആക്ച്വലി എന്താ, സൈൻ തീറ്റേനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സോ വി വിൽ ഗെറ്റ് കോസ് തീറ്റ ഡി തീറ്റ ഇസ് ഈക്വൽ ടു എൻ എൻ ഡി ലാംഡ. ഡിസ്പേഴ്സീവ് പവർ എന്ന് പറയുമ്പോഴത്തേക്കും ഡി തീറ്റ ബൈ ഡി ലാംഡയാണ് ചോദിച്ചേക്കുന്നത്. ഡി തീറ്റ ബൈ ഡി ലാംഡ വിച്ച് ഇസ് ഈക്വൽ ടു എൻ എൻ ബൈ കോസ് തീറ്റ ആണല്ലോ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. എന്താ? എഫക്റ്റ് ഓഫ് ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് ലൈൻസ് ഓൺ ദ ഡിസ്പേഴ്സീവ് പവർ. നമ്പർ ഓഫ് ലൈൻസ് എന്താ? ക്യാപിറ്റൽ എൻ ആണ്. ഡിസ്പേഴ്സീവ് പവർ ഇസ് ദിസ്. ഡിസ്പേഴ്സീവ് പവർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ലൈൻസ്. സോ വെൻ എവർ, അപ്പം ഇങ്ങനെ എഴുതണം, വെൻ എവർ ഡി തീറ്റ ബൈ ഡി ലാംഡ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ. സോ വെൻ എവർ, ഇങ്ങനെ എഴുതുക തന്നെ വേണം കേട്ടോ. whenever dispersive whenever number of lines is increased, dispersive power increases and vice versa. Why? Since dispersive power is directly proportional to number of lines, capital N. Small n എന്താണ്? ഓർഡർ ആണ് അല്ലേ? അപ്പോൾ ഇതിങ്ങനെ എഴുതുക തന്നെ വേണം കേട്ടോ. ചുമ്മാ എഴുതിയാൽ മാത്രം, ചുമ്മാ ഡെറിവേഷൻ മാത്രം ഇതിങ്ങനെ എഴുതിയാൽ മാത്രമേ അവർ ആ ഫൈനൽ മാർക്കും കൂടി ഇടുകയുള്ളൂ. ക്ലിയർ?
ഓക്കെ, സോ ദാറ്റ് ഇസ് ഹൗ ദ മാർക്കിംഗ് ഗോസ്. അത്രയും സാധനങ്ങൾ എഴുതി കഴിയുമ്പോഴത്തേക്കും നിങ്ങളതിൻ്റെ 10 മാർക്ക് ഫുൾ മാർക്ക് കിട്ടും. എക്സ്പ്ലനേഷൻ 1 മാർക്കുണ്ട്. ആ ഒരു സെൻറ്റൻസ് നിങ്ങളെടുത്ത് എഴുതുന്നതിന് 1 മാർക്കുണ്ട്. ഓക്കെ, ഇനി അടുത്തത് പ്രോബ്ലമാണ് വന്നേക്കുന്നത്. ഐ തിങ്ക് സോ. യെസ്, യാ. സോ ദ പ്രോബ്ലം ഇസ് at what angle will 650 nanometer light light produces a second order maximum when falling on a grating whose grating element is 1.2 into 10 raised to minus 3 centimeter. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റിംഗ് എലമെൻറ്റ് ഏതാ? a plus b is equal to 1.2 into 10 raised to minus 3 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. സോ സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് നമ്മൾ നേരെ ഇതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് ഇൻറ്റു 10 raised to minus 2 വെച്ചിട്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? 1.2 into 10 raised to minus 5 മീറ്ററാണ് ഗ്രേറ്റിംഗ് എലമെൻറ്റ്. a plus b കിട്ടി. ഇനി അടുത്തതെന്താ? ലാംഡ 650 നാനോമീറ്റർ. ഇതാ അറ്റ് വാട്ട് ആംഗിൾ വിൽ 650 നാനോമീറ്റർ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് ലെങ്ത് ആണ് 650 നാനോമീറ്റർ. 1 നാനോമീറ്റർ എത്ര മീറ്ററാണ്? 10 raised to minus 9 മീറ്റർ. അതുകൊണ്ട് 650 നാനോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 650 into 10 raised to minus 9 മീറ്റർ. ഓക്കെ, ഇനി ആൻഡ് ലൈറ്റ് പ്രൊഡ്യൂസസ് എ സെക്കൻഡ് ഓർഡർ മാക്സിമം. സെക്കൻഡ് ഓർഡർ മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n is equal to 2. അപ്പോൾ ഇത്രയും 3 കാര്യങ്ങളാണ് നമുക്ക് തന്നേക്കുന്നത്. ക്ലിയർ? ഓ യാ. a plus b is equal to 1.2 into 10 raised to minus 5 meter. Lambda is equal to 650 into 10 raised to minus 9 meter. പിന്നെ n is equal to 2. അറ്റ് വാട്ട് ആംഗിൾ എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? ക്വസ്റ്റ്യനിൽ അറ്റ് വാട്ട് ആംഗിൾ എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ തീറ്റ ഈസ് ഈക്വൽ ടു ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഗ്രേറ്റിങ്ങുമായിട്ട് അറിയാവുന്ന ആകെ ഉള്ളൊരു ഇക്വേഷൻ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു n ലാംഡ. ലാംഡ ഉണ്ട്, n ഉണ്ട്, 2 തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ n ഇല്ല. ക്യാപിറ്റൽ n എന്തായിരുന്നു? n is equal to 1 by a plus b ആ. a plus b ഇവിടെ തന്നിട്ടുണ്ടല്ലോ. സോ ക്യാപിറ്റൽ n is equal to 1 by 1.2 into 10 raised to minus 5 എന്ന് കിട്ടും. ആണല്ലോ, റൈറ്റ്? നൗ we will get the equation sin theta is equal to capital N lambda, which is 1 by 1.2 into 10 raised to minus 5 into 2 into 650 into 10 raised to minus 9. എല്ലാത്തിനെയും എടുത്ത് SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈൻഡ് ദി ആൻസർ. സൈൻ തീറ്റ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആൻസർ കിട്ടും. അതിൻ്റെ അകത്തുനിന്ന് തീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ സൈൻ ഇൻവേഴ്സ് ഓഫ് ദി ഫൗണ്ടഡ് ആൻസർ. ദാറ്റ്സ് ഇറ്റ്. അതായത് സൈൻ തീറ്റ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആൻസർ കിട്ടും. തീറ്റ എന്ന് പറയുമ്പോഴത്തേക്കും സൈൻ ഇൻവേഴ്സ് ഓഫ് ദി ആൻസർ. ആൻഡ് ദാറ്റ് ഈസ് ഹൗ വി വിൽ ഗെറ്റ് ദി ആൻസർ. ഇത് ചെയ്ത് നോക്കണം കേട്ടോ. ചുമ്മാ വായും പൊളിച്ചത് കേട്ടോണ്ടിരുന്നാൽ മാത്രം പോരാ, ചെയ്ത് നോക്കിയിട്ട് തന്നെ വേണം പോവാൻ. പ്രോബ്ലം ചെയ്യാണ്ട് പോവരുത്. ഒരു ചാപ്റ്റർ പഠിക്കുകയാണെന്നുണ്ട്, ആദ്യമേ 5 ചാപ്റ്റർ പഠിച്ചിട്ട് വേണം പോകാൻ. അല്ല, 5 ചാപ്റ്റർ ആദ്യമേ പഠിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണം ബാക്കി 2 പഠിച്ചു തുടങ്ങാൻ ഇഷ്ടമുള്ളത്. അതായത് 5 ചാപ്റ്റർ ആദ്യമേ ഓരോ മൊഡ്യൂളിൽ നിന്ന് ഓരോ ചാപ്റ്റർ വെച്ചിട്ട് ആദ്യമേ പഠിച്ചിട്ട് വേണം ബാക്കി ശരിയാക്കാൻ. അപ്പം ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ മൊത്തത്തിൽ പഠിക്കണം. ആൻഡ് ഓൾസോ പ്രോബ്ലം സ്കിപ്പ് ചെയ്യാൻ പാടില്ല. 14 മാർക്ക് അതേപടി കിട്ടുന്നതാണ്. ആൻഡ് യു ഷുഡ് നെവർ എവർ സ്കിപ്പ് എനിത്തിങ് ഇൻസൈഡ് ദാറ്റ് ചാപ്റ്റർ. ക്ലിയർ? ഓക്കെ. സോ യാ, ഇനി ബാക്കിയുള്ളത് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം.